മാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒറ്റ ഉദാഹരണം, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്, 70 വയസ്സിന് ശേഷമുള്ളവരുടെ ഇൻഷുറൻസ്. അപ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാത്ത 3 സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്: ഡൽഹി, പശ്ചിമ ബംഗാൾ, കേരളം. എന്തുകൊണ്ടാണ് കേരളം നടപ്പാക്കില്ല എന്ന് പറയുന്നത്? ഇന്നും 2-3 പേര് 70 വയസ്സിന് മുകളിലുള്ളവർ എന്നെ വിളിച്ചു. അവര് കരയാണ്, എനിക്ക് 77 വയസ്സായി, എനിക്ക് 74 വയസ്സായി, മരുന്നിന് തികയുന്നില്ല, പെൻഷനുള്ള മരുന്നിന് തികയുന്നില്ല, ഈ ഇൻഷുറൻസിലും കിട്ടിയിരുന്ന ജീവിച്ചിരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നമ്മൾ നിസ്സഹായരാ. കേരള ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല. എന്തിന്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡ് എഴുതി വെക്കണം ആശുപത്രി, സർക്കാർ ആശുപത്രിക്ക്. ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ സംസ്ഥാനം മാത്രമേ എതിർത്തുള്ളൂ. 800 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ 2 വർഷം കൊണ്ട്. അവസാനം ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനില്ല, നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ സമസ്താപരാധം പറഞ്ഞ് ഈ പറഞ്ഞ സംഗതി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ 3 ഭാഷയിൽ എഴുതി വെച്ച് ഇപ്പൊ പൈസ കിട്ടാൻ തുടങ്ങി. പോയ 800 പോയി 2-2.5 വർഷം കൊണ്ട്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പോ ഒന്നും ഉടുക്കാനില്ല, ഉണ്ണാനില്ല, കഴിക്കാനില്ല, കുടിക്കാനില്ലെങ്കിൽ പോലും BJP വിരുദ്ധ സമരവും നിലപാടും എന്നുള്ള അശാസ്ത്രീയമായിട്ടുള്ള കടുംപിടുത്തം. 5-ാം തീയതി സമരത്തിന് പോവാം. ഈ സമരമൊക്കെ വലിയൊരു ബിസിനസ്സാണ്. ഈ സമരത്തിന് ആളെ കൊണ്ടുപോകുന്ന വമ്പൻ ബിസിനസ്സാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും, എങ്കിലും ഞാനൊന്ന് പറയാം. ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ടൊരു വൻമതിൽ തീർക്കുന്നു, ഇപ്പൊ മനുഷ്യ മതിൽ തീർക്കുന്നു എന്നിരിക്കട്ടെ, അതിനെന്തെങ്കിലും നല്ല പേരൊക്കെ ഇട്ടു. എന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ മൊബിലൈസ് ചെയ്യണമെങ്കിൽ 1000കണക്കിന് ബസ്സുകൾ വേണം. ഈ 1000കണക്കിന് ബസ്സുകൾ ഓടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് CPM സഖാക്കന്മാർ പിരിവെടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ സഖാക്കന്മാരുടെയും പാർട്ടിയുടെയും കയ്യിലേക്ക് വരിക, പാവപ്പെട്ട ജനം പിരിവ് കൊടുക്കുക. അപ്പൊ അതൊരു വമ്പൻ ബിസിനസ് ആണ്, പൊളിറ്റിക്കൽ എക്കണോമിക്സ് ആണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ എക്കണോമിക്സ് എക്സർസൈസ് കൊണ്ട് CPM സമ്പന്നമാകുമ്പോൾ കേരളം ദരിദ്രമാകുക. ഇത് വല്ലതും കണ്ടാലും കേട്ടാലും അവിടെ ഇരിക്കുന്ന താടിയുള്ള അപ്പൂപ്പന് പേടിയാകുമോ? ഒന്നുമില്ല. അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ കേരളത്തില് ഏറ്റവും അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അവരുടെ ഏക ആത്മവിശ്വാസം മോദിയെ 4 ചീത്ത പറഞ്ഞാൽ മലയാളി അങ്ങ് വിശ്വസിച്ചോളൂ. പ്രബുദ്ധ മലയാളിയാണല്ലോ, അതുകൊണ്ട് മോദിയെ 4 ചീത്ത പറഞ്ഞാൽ മതി. ഇപ്പൊ 5-ാം തീയതി മോദിയെ 400 ചീത്ത പറയും. അതോടുകൂടി കേരളം മുഴുവൻ മോദിക്കെതിരാവും. എന്നിട്ട് മോദിക്ക് എന്നാ പറ്റാനാ? മോദിക്ക് ഇവിടെ ഇന്ന് ആകെ ഒരു MP ഉള്ളൂ, സുരേഷ് ഗോപി. അപ്പോ അല്ലാതെ ഒരു നഷ്ടം ഇവിടെ വരാനും പോകുന്നില്ല. പക്ഷെ കേരളത്തിന് നഷ്ടമുണ്ട്, മലയാളിക്ക് നഷ്ടമുണ്ട്. ആ നഷ്ടവും ആ യാഥാർത്ഥ്യവും മലയാളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലും ബംഗാളും സംഭവിച്ചതുപോലെ ഈ കമ്മ്യൂണിസം അറബിക്കടലിലാവുക തന്നെ ചെയ്യും. ഇപ്പോ സാറ് കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ രാജ്യത്താകമാനം സന്ദർശിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും കേരളത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ, UPയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ, അതല്ലെങ്കിൽ ഇവിടുത്തെ മണ്ടൻ മലയാളികളെ പറ്റിക്കുന്ന വലിയ ഈ പറയുന്ന ബുദ്ധിരാക്ഷസന്മാരായുള്ള രാഷ്ട്രീയ കോമരങ്ങൾ എങ്ങനെയാണ് സാർ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സന്ദർശിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കേരളമാണോ, ആ നാടുകളാണോ ഈ വികസന കാര്യത്തിൽ കുതിച്ചു നിൽക്കുന്നത്, ഒന്നാമത് നിൽക്കുന്നത്? ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഗുജറാത്തിൽ പോയി. 7 ദിവസം ഗുജറാത്തിലുണ്ടായിരുന്നു. അവിടെ ഞാൻ നിരവധി കാര്യങ്ങൾ കണ്ടു. അതിൽ 2 കാര്യങ്ങൾ മാത്രം സമയം കുറവുകൊണ്ട് അവതരിപ്പിക്കാം. 1 ലിറ്റർ പശുവിൻ പാലിന് അല്ലെങ്കിൽ എരുമപ്പാലിന് ഗുജറാത്തില് കർഷകന് കിട്ടുന്നത് 80 രൂപയാണ്. 80 രൂപ.
ഇവിടെ 40 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് കിട്ടുന്നു എന്ന് ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പാലായിട്ടല്ല വിൽക്കുന്നത്, പാലിൽ നിന്ന് 1100 പ്രോഡക്റ്റ് ഉണ്ടാക്കി 50 വിദേശ രാജ്യങ്ങളിൽ വിൽക്കുകയാണ്. അങ്ങനെ വിറ്റ് കിട്ടുന്ന ലാഭവിഹിതവും കൂടി ചേർത്താണ് ഞങ്ങൾക്ക് 1 ലിറ്റർ പാലിന് 80 രൂപ ലഭിക്കുന്നത്. ഇത് ഒരു ഉദാഹരണം. കേരളത്തിന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിവിടെ മിൽമ ഉണ്ടല്ലോ, നമുക്കിവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യമല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. എന്തിന്? പാൽപ്പൊടി ഉണ്ടാക്കുന്നില്ല, പാൽപ്പൊടി നമ്മളിപ്പോ ഇറക്കുമതി ചെയ്യുക. പാലുണ്ടാക്കുന്നില്ല, പാല് നമ്മൾ ഇറക്കുമതി ചെയ്യുക. ഇതാണ് ഞാൻ കണ്ട ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, വമ്പൻ ഒരു ബിസിനസ്സാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, അതായത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും വമ്പൻ ബിസിനസ്സാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം. ഇപ്പൊ നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്ന 50 രൂപ മേടിക്കുന്ന പരിപാടിയാണെങ്കിലും, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും കോടാനുകോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതം നീക്കിവെച്ച് നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ ചപ്പ് ചവറ് നീക്കം ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഗുജറാത്തിൽ കണ്ടത് വേറെ രീതിയിലാണ്. ഇപ്പൊ ഗുജറാത്തില് BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ മാത്രം 45 ഏക്കർ സ്ഥലത്ത്, നഗരമധ്യത്തിൽ 45 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് ഒരു 100 അടി 100 മീറ്റർ ഒക്കെ ഉയരത്തിൽ ചപ്പ് ചവറിന്റെ ഒരു വലിയ മലയായി. ഞാനിത് നേരിട്ട് കണ്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് JCBകൾ, ഹിറ്റാച്ചികൾ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് ഈ വേസ്റ്റിനെ 4ആയിട്ട് തിരിക്കുകയാണ്. അതിൽ നിന്ന് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് വേർതിരിക്കും, എന്നിട്ട് അത് പ്ലാസ്റ്റിക് ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഗ്ലാസ് വേർതിരിക്കും, ഗ്ലാസ് ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഇതൊക്കെ വിലയ്ക്കാ വിൽക്കുന്നത്. പിന്നെ മെറ്റൽ വേർതിരിക്കും, ഇരുമ്പായിട്ടും ചെമ്പായിട്ടും അലുമിനിയമായിട്ടും അങ്ങനെ പലതും വേർതിരിച്ചിട്ട് അതാത് ഫാക്ടറികളിലേക്ക് കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മണ്ണ് മിച്ചം വരും. മിച്ചം വരുന്ന മണ്ണ് ഒരു ട്രക്ക് ലോഡിന് 4000 രൂപ വിലയ്ക്ക് സർക്കാരിന് തന്നെ കൊടുക്കും. സർക്കാർ ഈ മണ്ണ് കൊണ്ട് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഹൈവേ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. 4000 രൂപ ഒരു ട്രക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമാണ്. പിന്നെ നദീതീരങ്ങൾ കെട്ടിയെടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വലിയ പൂന്തോട്ടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും അപ്പാർട്ട്മെന്റുകളും നിർമ്മിക്കുന്നു. വേസ്റ്റിൽ നിന്ന് പണം ഉണ്ടാകുകയാണ്. കേരളത്തിലോ? കേരളത്തിൽ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് പണം അങ്ങോട്ട് കൊടുക്കുക. ഗുജറാത്തിൽ വേസ്റ്റ് കൊണ്ട് പണം ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഇവിടെ വേസ്റ്റ് അങ്ങോട്ട്. ഇനിയിപ്പോ 5ാമതൊരു പ്രോഡക്റ്റ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. മണ്ണും കൂടെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് ജൈവാംശമാണ്. ഈ ജൈവാംശത്തിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കും. ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ 50 കിലോയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ വിലയ്ക്ക് ഈ ജൈവവളവും വിൽക്കുന്നു. അപ്പൊ അഗ്രികൾച്ചർ മേഖലയ്ക്ക് വലിയ താങ്ങാവുന്നു. കണ്ടോ? ഞാനൊരു ഒറ്റ ഉദാഹരണമാണ് പറഞ്ഞത്. ഇത് കേരളത്തിലും പറ്റുന്ന കാര്യമാണ്. പക്ഷെ കേരളം അങ്ങനെ ചിന്തിക്കുന്നില്ല. കേരളം ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ 500 കോടി രൂപ നീക്കി വെക്കുന്നു എന്നിരിക്കട്ടെ, ചപ്പ് ചവറുകൾ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ 500 കോടി രൂപ. അപ്പൊ കൊച്ചി കോർപ്പറേഷൻ എടുക്കുക, 500 കോടി രൂപ നീക്കി വെച്ചാൽ ഈ 500 കോടി രൂപയിൽ ഒരു 400 കോടി രൂപയും രാഷ്ട്രീയക്കാരന്റെ കീശയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അതിന് പല തിരിമറികൾ നടത്തുകയാണ്. എന്നാൽ ഇത് സർക്കാരിന്റെ കീശയിലേക്ക് 400 കോടി അല്ല 4000 കോടിയാക്കി മാറ്റാൻ പറ്റും. അത് ചെയ്യുന്നില്ല. അപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ, ചെലവിന്റെയും വരവിന്റെയും കാര്യത്തിൽ ഇതുപോലെ ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ കേരളത്തിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ദാരിദ്ര്യാവസ്ഥയുടെ മറ്റൊരു കാരണം. മറ്റൊന്നാണ് സാറ് പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യവും മതവർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നാടിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ ബേസ് എന്ന് നമ്മൾക്കറിയാം. കാരണം ദാരിദ്ര്യം ഇല്ലെങ്കിൽ കമ്മ്യൂണിസം അവിടെ വളരില്ല എന്നുള്ളത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ പ്രബുദ്ധ മലയാളിക്ക് ഇനി ഇത് എന്നാണ് സാർ മനസ്സിലാവുക? എങ്ങനെയാണ് ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ള എല്ലാം കൂട്ടിച്ചേർത്ത് കൂടെ പറയാനുള്ളത്? അതായത് ഇപ്പൊ ബൈജു പറഞ്ഞത് വളരെ ശരിയാണ്. സമ്പത്ത്, വിശ്വാസം, ഈ 2 കാര്യങ്ങൾ മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ. സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ രീതിയിൽ ശമ്പള വർധനവ്, പെൻഷൻ വർധനവ്, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അതിന്റെ പിന്നാലെ പോകും. അതാണ് കിറ്റ് കാണുമ്പോൾ എല്ലാം മറന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതും, ഒരു 6 മാസത്തെ പെൻഷൻ ഇല്ലെങ്കിൽ 1 മാസത്തെ പെൻഷൻ കൈ കിട്ടുമ്പോൾ പിന്നെ അതെല്ലാം മറക്കുന്നതും. ഇതെല്ലാം ഇതാണ്. പിന്നെ ക്ഷേമ പെൻഷനുകൾ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാം ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് പൈസ കിട്ടുമെന്നുള്ള ഒരു മോഹിപ്പിക്കൽ. കിട്ടുമൊന്നുമില്ല, മോഹിപ്പിക്കുകയുള്ളൂ. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യം അത്. മറുവശത്ത് മതം, ജാതി, അത് സംഘടിത ജാതിയാണ്, സംഘടിത മതമാണെങ്കിലും ആ വികാരം ആളി കത്തിച്ചിട്ട് ഇത് 2ഉം ആളി കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ എന്താണെന്നറിയാമോ? പട്ടിണി. ഈ പട്ടിണി ഉണ്ടായിക്കഴിഞ്ഞാൽ, ദാരിദ്ര്യവും പട്ടിണിയും നിലനിൽക്കുമ്പോൾ ബൂർഷ്വായ്ക്കെതിരെ, പെറ്റി ബൂർഷ്വായ്
ബൂർഷ്വായ്ക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, കേന്ദ്രത്തിനെതിരെ, ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം. എളുപ്പമാണ്. കാരണം പച്ച നുണയെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റുന്നതാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന്റെ അതേ ഇസം തന്നെ നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി ദിനം, മെയ് ദിനം, ആ മെയ് ദിനം തന്നെയാണ് കോൺഗ്രസിന്റെ തൊഴിലാളി ദിനം. കോൺഗ്രസിന് വേറെ ഒരു തൊഴിലാളി ദിനം ഇല്ല. എന്നാൽ BJPക്ക് മെയ് ദിനം തൊഴിലാളി ദിനമല്ല, അത് വിശ്വകർമ്മ ജയന്തിയാണ്. അത് വേറെ, കാരണം അത് വേറെ പ്രത്യയശാസ്ത്രമാണ്. അപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് രണ്ടുപേർക്കും കൂടെ ഒറ്റ മെയ് ദിനേ ഉള്ളൂ. അത് അധികം കാലം ഒന്നും മുന്നോട്ട് പോവുകയല്ല. ഇത്തവണത്തെ മെയ് ദിനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു CPM ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ CPI എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് ഒട്ടിച്ചത്. അപ്പോൾ അവരതും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യം വളർത്തി 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 വലുതാക്കുമ്പോൾ, കേരളത്തിലെ മതവർഗീയത വളർത്തി വളർത്തി വലുതാക്കുമ്പോൾ വിശ്വാസി സമൂഹം ഇത് രണ്ടിലും ആകൃഷ്ടരായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു വിചിത്രമായ മാനസിക രോഗികളായി മലയാളികളെ മാറ്റുകയാണ്. 3.5 കോടി മലയാളികളെയും മാനസിക രോഗികളാക്കി മാറ്റി, മാനസിക അടിമകളാക്കി മാറ്റി, വോട്ടുകുത്തി യന്ത്രങ്ങളാക്കുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ തന്ത്രം ഈ ഭാരതത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശമായി കേരളത്തെ മാറ്റും. അങ്ങനെ വന്നാൽ വിദേശത്ത് പോകാൻ കഴിയുന്ന അത്ര ആൾക്കാർക്ക് വിദേശത്ത് പോവാം, അവർക്ക് രക്ഷപ്പെടാം. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ഒരു ഒരു ശതമാനം എന്ന് പോലും പറയാനില്ലാത്ത അത്രയും പേർക്ക് അങ്ങനെ ജീവിക്കാം. ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ളവര് അങ്ങനെ ജീവിക്കാം. MLA മാര്, MP മാര്, PSC മെമ്പർമാര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ജീവിക്കാം. പക്ഷെ ഇവിടെ വരുന്ന 95% മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരെങ്ങനെ ജീവിക്കും? നമ്മുടെ വരുമാനം മാത്രം നോക്കിയാൽ മതി. കേരളത്തിന്റെ വരുമാനം പുറത്തു പറയാൻ കൊള്ളുന്നതല്ല. ഒന്ന്, മദ്യപാനം. ഒരു വ്യക്തി എടുക്കുക. ഒരു വ്യക്തി മദ്യപിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് സമൂഹത്തിൽ ഒരു നിലവാരം. അയാൾ കടം മേടിക്കുന്നയാളാണെങ്കിൽ നിലവാരം പിന്നെയും താഴും. അയാൾ ചൂത് കളിക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ നിലവാരം പിന്നെയും താഴും. അയാൾ പിടിച്ചുപറിക്കാരനാണെങ്കിൽ അയാളുടെ നിലവാരം പിന്നെയും താഴും. ഈ 4 കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നതെങ്കിലോ അതാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം, ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, ടാക്സ് അല്ല അതിനേക്കാൾ കൂടുതൽ വരാനും ഫൈൻ അടിച്ചിട്ടാണ്. അത് ഹെൽമെറ്റ് വെക്കാത്തതിന്റെ ഫൈൻ ആണെങ്കിലും ബെൽറ്റ് ഇടാത്തതിന്റെ ഫൈൻ ആണെങ്കിലും അങ്ങനെയുള്ള ഫൈൻ, പിടിച്ചുപറി എന്ന് പറയുന്ന ആ വിഭാഗം. ഇങ്ങനെ പുറത്തു പറയാൻ കൊള്ളാത്ത വരുമാന മാർഗങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഏറ്റവും നാണംകെട്ട ഒരു വരുമാന മാർഗത്തിൽ പിടിച്ചു നിന്നിട്ട് അവസാനം കടമെടുക്കുക, കേന്ദ്രത്തിൽ നിന്ന് കടവും കൂടെ മേടിച്ച് ആ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയിൽ നിൽക്കുന്ന ഒരു സർക്കാർ. തീർച്ചയായിട്ടും കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനതയാണ് സൃഷ്ടിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല, ഒരു ബിസിനസ് വരാൻ സമ്മതിക്കില്ല. ബിസിനസ്, വ്യവസായം, കൃഷി എന്നിവയെല്ലാം പടിയടച്ച് വെണ്ടം വെച്ച് ഇവിടുന്ന് നാട് കടത്തി വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് കേരളത്തില് മാന്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന നിലയിലേക്ക് പോകുമ്പോൾ ബൈജു ആദ്യം പറഞ്ഞു തന്നെയാണ്, ഒരു സാമ്പത്തിക ന്യൂക്ലിയർ ബോംബ് പൊട്ടാൻ പോവുകയാണ് കേരളത്തിൽ. ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തത് ഏറ്റവും നന്നായി. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ തരം പ്രത്യയശാസ്ത്രങ്ങളെ അവസാനിപ്പിക്കുക. നമ്മൾ ഓർക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബീഹാറില്, മധ്യപ്രദേശില്, ഉത്തർപ്രദേശില് അടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ ശക്തിയായിരുന്നു. പഞ്ചാബിൽ ശക്തിയായിരുന്നു. അവിടെ കമ്മ്യൂണിസം എന്നാണോ കഴുകി തുടച്ച് വൃത്തിയാക്കി അവരെ ഒഴിവാക്കിയത്, അന്ന് മുതലാണ് ആ സംസ്ഥാനങ്ങൾ സമ്പന്നതയിലേക്ക് വരുന്നത്. നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്നാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള കോൺഗ്രസ് പാർട്ടിയെയും ആത്യന്തികമായി മലയാളി കഴുകി വെടിപ്പാക്കി കടലിലേക്ക് വലിച്ചെറിയുന്നത്, അന്ന് നമ്മൾ രക്ഷപ്പെടാൻ അധികം താമസമൊന്നും വേണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ത്രിപുരയ്ക്കും ബംഗാളിനും രക്ഷപ്പെടാമെങ്കിൽ കേരളവും രക്ഷപ്പെടും. അതിനുള്ളൊരു മനസ്സ് മലയാളിക്ക് എപ്പോൾ തോന്നുന്നോ ആ നിമിഷം നമ്മൾ രക്ഷപ്രാപിക്കും. അതില്ല എങ്കിൽ നമ്മൾ അധികം താമസിയാതെ ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്യും.